നിത്യസമ്മാനത്തിന് അർഹനായി യാത്രയായിട്ട് 2 ആണ്ടുകളാകാറായി. എന്നിട്ടും സഭയെ സ്നേഹിക്കുന്നവർ അങ്ങയെ ഓർക്കാത്ത ഒരു ദിനം പോലും ഉണ്ടാവില്ല. പൗത്തിൽ പിതാവ് എന്ന പേര് ഇന്ന് വിമതർക്ക് ഇത്രമാത്രം അസ്വസ്ഥത നൽകുന്നുണ്ടെങ്കിൽ അത് പൗത്തിൽ പിതാവ് എത്രമാത്രം സഭയെ സ്നേഹിച്ചു, സഭയ്ക്കു വേണ്ടി നിലകൊണ്ടു എന്നതാണ് തെളിയിക്കുന്നത്. സഭാവിരുദ്ധർക്ക് അന്നും ഇന്നും അദ്ദേഹം കണ്ണിലെ കരടാണ്. സഭയെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരൊക്കെ വിമതർക്ക് ശത്രുക്കളാണ്. സഭയ്ക്കു വേണ്ടി ആദ്യന്തം അക്ഷീണം പരിശ്രമിച്ചു പോരാടിയ ആ മെത്രാൻ്റെ, ആ മഹാനുഭാവൻ്റെ, അഭിവന്ദ്യമാർ പൗത്തിൽ പിതാവിൻ്റെ പേര് പറയാൻ വിമതരെ നിങ്ങളെപ്പോലെ വ്യക്തി താൽപ്പര്യങ്ങൾക്കായി തിരുസഭയാകുന്ന അമ്മയെ തെരുവിൽ വിവസ്ത്രയാക്കി വിലപേശുന്നവർ ഒന്നും മടിക്കണം. ആ പേര് പറയാനും ഒരു യോഗ്യത വേണം. മാർത്തോമാ കുരിശിനെ കുറിച്ച് പരാമർശങ്ങളുണ്ട്. മദ്ബഹയിലും പള്ളിക്ക് മുകളിലും പ്രധാന പുസ്തകങ്ങളിലും സുവിശേഷത്തിൻ്റെ പുറംചട്ടയിലും തിരുവസ്ത്രത്തിലുമൊക്കെ മാർസ്ലീവ പതിപ്പിച്ച നമ്മുടെ കാർന്നവന്മാർ അത്ര വിവരം കെട്ടവരായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? ജോസഫ് പാറേക്കട്ടിൽ പിതാവ് ശിരോമലബാർ സഭയിൽ തുടങ്ങിവെച്ച ഒരു ആധികാരികതയും ഇല്ലാത്ത പരിശുദ്ധ സിംഹാസനവും പൗരസ്ത്യ തിരുസംഘവും റദ്ദു ചെയ്ത ഇല്ലിസിറ്റ് കുർബാന ഇപ്പോൾ 30 വെള്ളിക്കാശിനെ പോലെ ഈശോയ്ക്കും അവൻ്റെ സഭയ്ക്കും വിലയിടുന്നു. യൂദാസിനെ പോലെ മറുതലിച്ച് നിന്ന് നശിക്കാതെ പത്രോസ്ലിഹയെ പോലെ ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരൂ വിമതരെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർ ജോസഫ് പൗത്തിൽ പിതാവ്, നസ്രാണി സഭയുടെ കിരീടം, ദ ക്രൗൺ ഓഫ് ശിരോമലബാർ ചർച്ച്. ഈ അംഗീകാരം അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല രൂപത നൽകിയതല്ല. ശിരോമലബാർ സഭ എന്തെന്നറിയുന്ന നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്ട് 16 മാർപ്പാപ്പ മാതൃസഭയുടെ വ്യക്തിത്വത്തിന് ചങ്ക് പറിച്ചു നൽകിയ മാർ ജോസഫ് പൗത്തിൽ പിതാവിന് നൽകിയ അംഗീകാരമാണ്, ആദരവാണ്. കാണാത്ത ഒരാളെ ഞാൻ ഇത്രയധികം ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പിതാവേ അത് അങ്ങയെയാണ്. കാരണം അങ്ങ് മിശിഹായെയും മിശിഹായുടെ സഭയെയും അത്രമേൽ സ്നേഹിച്ചു. In a time of liturgical confusion, you lived and defended the right position with determination. Because of your fidelity to the oriental form of the liturgy, against all distorting temptations, you had to suffer hostility, which you bore with love to the truth. ആരാധനാക്രമപരമായ ആശയക്കുഴപ്പത്തിൻ്റെ കാലത്ത് നിങ്ങൾ ഉറച്ച തീരുമാനത്തോടെ ശരിയായ നിലപാട് സ്വീകരിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. എല്ലാ വികലമായ പ്രലോഭനങ്ങൾക്കും എതിരെ പൗരസ്ത്യ ആരാധനക്രമത്തോടുള്ള നിങ്ങളുടെ വിശ്വസ്തത കാരണം സത്യത്തോടുള്ള സ്നേഹത്താൽ നിങ്ങൾ സഹിച്ച ശത്രുത നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നു. മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. അതാണ് പൗത്തിൽ പിതാവ്. സഭയെ സ്നേഹിക്കാത്തവർക്ക് അദ്ദേഹത്തെ മനസ്സിലാവില്ല, ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ശകുനിയുടെ കുതന്ത്രങ്ങളുമായ ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരും തിരുസഭയുടെ ആരാധനക്രമത്തെ കളങ്കപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഭീഷ്മാചാര്യരെ പോലെ കാവലാളായി നിൽക്കാൻ തുടങ്ങിയതാണ് ശിരോമലബാർ സഭയുടെ ഈ ധീരപുത്രൻ. നിത്യസമ്മാനത്തിന് അർഹനായി യാത്രയായിട്ട് 2 ആണ്ടുകളാകാറായി. എന്നിട്ടും സഭയെ സ്നേഹിക്കുന്നവർ അങ്ങയെ ഓർക്കാത്ത ഒരു ദിനം പോലും ഉണ്ടാവില്ല. പൗത്തിൽ പിതാവ് എന്ന പേര് ഇന്ന് വിമതർക്ക് ഇത്രമാത്രം അസ്വസ്ഥത നൽകുന്നുണ്ടെങ്കിൽ അത് പൗത്തിൽ പിതാവ് എത്രമാത്രം സഭയെ സ്നേഹിച്ചു, സഭയ്ക്കു വേണ്ടി നിലകൊണ്ടു എന്നതാണ് തെളിയിക്കുന്നത്. സഭാവിരുദ്ധർക്ക് അന്നും ഇന്നും അദ്ദേഹം കണ്ണിലെ കരടാണ്. സഭയെ ജീവനേക്കാൾ സ്നേഹിക്കുന്നവരൊക്കെ വിമതർക്ക് ശത്രുക്കളാണ്. പാറേമാക്കൽ തോമാ കത്തനാരും പ്ലാസിലച്ചനുമൊക്കെ അവർക്ക് വിരോധികളാണ്. സ്വന്തം മാതൃസഭയുടെ വ്യക്തിത്വവും സത്തയും മൂല്യവും തിരിച്ചറിഞ്ഞ് മാതൃസഭയെ സ്നേഹിച്ച് പിതാവായ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങളെയും അധിക്ഷേപങ്ങളെയും തൃണവത്കണിച്ച് സഭയ്ക്കു വേണ്ടി ആദ്യന്തം അക്ഷീണം പരിശ്രമിച്ചു പോരാടിയ ആ മെത്രാൻ്റെ, ആ മഹാനുഭാവൻ്റെ, അഭിവന്ദ്യമാർ പൗത്തിൽ പിതാവിൻ്റെ പേര് പറയാൻ വിമതരെ നിങ്ങളെപ്പോലെ വ്യക്തി താൽപ്പര്യങ്ങൾക്കായി തിരുസഭയാകുന്ന അമ്മയെ തെരുവിൽ വിവസ്ത്രയാക്കി വിലപേശുന്നവർ ഒന്നും മടിക്കണം.
ആ പേര് പറയാനും ഒരു യോഗ്യത വേണം. പൗത്തിൽ പിതാവ് ജനിച്ചത് ഓഗസ്റ്റ് 1930-ലാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമാണ് മാർസ് ലീവ എന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട്. എറണാകുളം അതിരൂപതയുടെ ഔദ്യോഗിക ജേണലായ എറണാകുളം മിസത്തിൽ 1930 ഫെബ്രുവരിയിൽ മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ പിതാവ് ഏൻഷ്യൻ്റ് അപ്പോസ്റ്റൽ തോമസ് ക്രോസ് ഓഫ് ആലങ്ങാട് എന്ന ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാർത്തോമാ കുരിശിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. മദ്ബഹയിലും പള്ളിക്ക് മുകളിലും പ്രധാന പുസ്തകങ്ങളിലും സുവിശേഷത്തിൻ്റെ പുറംചട്ടയിലും തിരുവസ്ത്രത്തിലുമൊക്കെ മാർസ്ലീവ പതിപ്പിച്ച നമ്മുടെ കാർന്നോമാർ അത്ര വിവരം കെട്ടവരായിരുന്നു എന്നാണോ നിങ്ങൾ കരുതുന്നത്? സ്നേഹബഹുമാനപ്പെട്ട പൗത്തിൽ പിതാവേ, അങ്ങയുടെ വിശ്വാസ ചൈതന്യം തങ്കത്തിളക്കത്തോടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ എന്നേക്കും ഉജ്ജ്വലിപ്പിക്കും. മാർപ്പാപ്പയുടെ വാക്കാണ് നമ്മുടെ ആരാധനാക്രമത്തിലെ അവസാന വാക്ക്. അന്തിമ തീരുമാനം പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നാണ്. വ്യക്തമായും കൃത്യമായും ഗഹനമായും പഠിച്ച് തീരുമാനമെടുത്താണ് ഏകീകൃത കുർബാനയെക്കുറിച്ച് നമ്മെ പ്രബോധിപ്പിച്ചത്. 26 മെത്രാന്മാരും ഒപ്പിട്ട് 2000-ൽ തീരുമാനമെടുത്തതാണ് ഈ കുർബാന. നിരന്തര പഠനങ്ങളുടെ, പ്രാർത്ഥനകളുടെ, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളുടെ, സഭയുടെ പാരമ്പര്യത്തിൻ്റെ, നമ്മുടെ റീത്തിൻ്റെ, ആരാധനാക്രമത്തിൻ്റെ യഥാർത്ഥ രീതിയിലേക്ക് 24 വ്യക്തിസഭകളിലൊന്നായ നമ്മുടെ സിറോ മലബാർ സഭയെ എത്തിക്കുക എന്നത് പത്രോസിൻ്റെ സിംഹാസനത്തിൻ്റെ കടമയും ലക്ഷ്യവുമാണ്. വർഷങ്ങളായി നമ്മുടെ മാർപ്പാപ്പന്മാർ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അതാണ്. ജോസഫ് പാറേക്കാട്ടിൽ പിതാവ് സിറോ മലബാർ സഭയിൽ തുടങ്ങിവെച്ച ഒരു ആധികാരികതയും ഇല്ലാത്ത പരിശുദ്ധ സിംഹാസനവും പൗരസ്ത്യ തിരുസംഘവും റദ്ദു ചെയ്ത ഇല്ലിസിറ്റ് കുർബാന ഇപ്പോൾ 30 വെള്ളിക്കാശിനെ പോലെ ഈശോയ്ക്കും അവൻ്റെ സഭയ്ക്കും വിലയിടുന്നു. യൂദാസിനെ പോലെ മറുതലിച്ച് നിന്ന് നശിക്കാതെ പത്രോസ്ലിഹയെ പോലെ ഉപകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു വരൂ വിമതരെ. ഒരു കൂട്ടർ എന്തറിഞ്ഞിട്ടാണ് മാർപ്പാപ്പയുടെ കുർബാനയെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ മാർപ്പാപ്പ പറയുന്നതൊന്ന് അനുസരിച്ചാൽ മതി. അതാണല്ലോ കത്തോലിക്ക വിശ്വാസം. മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്നത് ലത്തീൻ ആരാധനാക്രമ പ്രകാരമാണ്. അവിടെയും അൾത്താരാഭിമുഖമുണ്ട്. ലത്തീൻ കുർബാന അർപ്പിക്കുന്നത് റോമൻ മിസാൽ പ്രകാരമാണ്. സിറോ മലബാർ കുർബാന അർപ്പിക്കുന്നത് നമ്മുടെ തക്സ പ്രകാരവും. പൗത്തിൽ പിതാവേ, അന്നും ഇന്നും എന്നേക്കും അങ്ങ് ഞങ്ങൾക്ക് അഭിമാനവും മാതൃകയുമാണ്. അമൂല്യമായവയെ തിരിച്ചറിഞ്ഞ് അങ്ങ് ജീവനേക്കാൾ പാലിച്ച് കാത്തു പരിപാലിച്ചു. ദൈവാരാധനയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി നിലകൊണ്ടു. അങ്ങയുടെ ആത്മീയ അനുഗ്രഹത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളും പ്രശോഭിതരാകട്ടെ. ആചാര്യശ്രേഷ്ഠ, അങ്ങയെപ്പോലെ മിശിഹായെയും തിരുസഭയെയും അത്രയധികം സ്നേഹിക്കാനും വിധേയപ്പെടാനുമുള്ള കൃപ തമ്പുരാൻ ഞങ്ങൾക്കും ചൊരിയട്ടെ. അങ്ങയെ ഞാൻ ആദ്യമായും അവസാനമായും നേരിൽ കണ്ടത് 2023 മാർച്ച് 22-നാണ്. അങ്ങയുടെ മുന്നിൽ മുട്ടുകുത്തി അങ്ങയിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അങ്ങ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു എന്നോർത്ത് സന്തോഷിക്കുന്നു. പക്ഷെ ഒന്നുറപ്പാണ്, അങ്ങയുടെ പ്രാർത്ഥനയുടെ മാധ്യസ്ഥത്തിൻ്റെ തണൽ, അനുഗ്രഹം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉടനീളമുണ്ടാകും. I love your church because I know your church, or I know its history. I know her history. കർദിനാൾ തിസ്രാങ് തിരുമേനിയുടെ വാക്കുകളാണിത്. I am loving and respecting Mar Joseph Pavathil because he loved our church. He stood for our church. He lived for ഈശോ മിശിഹ. പിതാവേ, ജീവിതമെന്നാൽ തിരുസഭയാണെന്ന് അങ്ങ് പറഞ്ഞു, പഠിപ്പിച്ചു, ജീവിച്ചു കാണിച്ചു തന്നു. കിഴക്കിൻ്റെ നക്ഷത്രമേ, കാത്തിരിക്കുന്നു സ്വർഗീയ വിരുന്നിൽ കണ്ടുമുട്ടാൻ. നസ്രാണി സഭയുടെ കിരീടമേ, അങ്ങയെ ഓർത്ത് അഭിമാനിക്കുന്നു. തമ്പുരാന് നന്ദി പറയുന്നു. പൗത്തിൽ പിതാവ് എന്നും നമുക്കെല്ലാവർക്കും വലിയൊരു ഊർജം തന്നെയാണ്. അദ്ദേഹത്തെ അപമാനിക്കുന്ന, അദ്ദേഹത്തെ അവഹേളിക്കുന്ന ചില വാക്കുകൾ, ചില കുറിപ്പുകൾ കണ്ടതിന് മറുപടിയാണിത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.